ഡി, നീ എന്താ സ്വപ്നം കാണുവാണോ? ആരതി ഒഴിയാൻ ഡി, പാർവതി. ആദ്യം കേടായ നാളികേരം നീ ഉടച്ചു. ഇപ്പൊ ആരതി തട്ടം താഴെ ഇട്ടു. ലക്ഷണക്കേടാണെന്ന് വരുത്തി തീർക്കാൻ പാർവതി ഓരോന്ന് ചെയ്യുന്നത് കണ്ടില്ലേ അച്ചമ്മേ? അയ്യോ, ഞാൻ ആന്റി, ഇവക്ക് തല്ലു കൊടുത്താ പോരാ, തല്ലി കൊല്ലാ വേണ്ടത്. എത്രയെന്ന് വെച്ച സഹിക്ക. പാർവതി, എന്റെ അനിയത്തി നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിശാല് വിവാഹം കഴിക്കുന്ന എല്ലാവരും പറഞ്ഞതുകൊണ്ടാ ഇവൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ നിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും അവൾക്കുണ്ടായിരുന്നില്ല. എല്ലാരും പറഞ്ഞത് കണ്ണു ഉടച്ചങ്ങ് വിശ്വസിച്ചു. അതാ ജാസ്മിന് പറ്റിയ തെറ്റ്. വിശാലിനെ ജാസ്മിൻ വിവാഹം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നിനക്കത് തുറന്ന് പറയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും ഒന്ന് തുറന്ന് പറയാമായിരുന്നു. ഇങ്ങനെ ഓരോരോ നാടകം കളിച്ച് വിവാഹം മുടക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് അതായിരുന്നു. ജതിൻ, ഞാൻ സംസാരിക്കാം, നീ മാറി നിൽക്ക. പാർവതി, എന്താ സംഭവിച്ചത്? ഈ ആരതി തട്ടം എങ്ങനെയാ താഴെ വീണേ? ചോദിച്ചത് കേട്ടില്ലേ? ആരതി തട്ടം എങ്ങനെയാ താഴെ വീണേന്ന്. അറിയാതെ വീണോ അതോ ജതിനും ആന്റിയൊക്കെ പറയുന്ന പോലെ നീ മനഃപൂർവ്വം താഴെയിട്ടതോ? ജാസ്മിന്റെ ചേട്ടൻ പൂക്കള് കാണിച്ച് ഭയപ്പെടുത്തിയതുകൊണ്ടാണെന്ന് പറഞ്ഞ വിശാൽ സാറും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ വിശാൽ സാർ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കണ്ണിലൊക്കെ ഇരുട്ട് കയറിയ പോലെ തോന്നി. മോളെ, മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സ്വന്തം ഭർത്താവിനെയും മറ്റൊരു പെൺകുട്ടിയെയും ചേർത്ത് നിർത്തി ആരതി ഒഴിയാൻ ഏതെങ്കിലും ഭാര്യയ്ക്ക് കഴിയോ? ദേ, ഇനി ഇതിന്റെ പേരില് ഈ പാവത്തിന് ആരും വിചാരണ ചെയ്യാൻ നിൽക്കണ്ട. മോളെ പാർവതി, നീ പൊയ്ക്കോ. ചെല്ലേ.
വിശാൽ സാറേ, ആരതി ഒഴിയുന്നത് ഒരു മംഗളകർമ്മ. അതിനിടയിൽ അശുഭകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ കർമ്മം ചെയ്യുന്ന ആളുടെ പിഴവ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ദൈവത്തിന്റെ അനിഷ്ടമാവാം ആ ചടങ്ങിൽ പങ്കെടുത്ത ആരുടെയെങ്കിലും ചതിയും ആവാം. ഇവിടെ നടക്കുന്ന പലതിന്റെ ഉള്ളുകളികൾ എനിക്ക് മനസ്സിലാവുന്നില്ല മണി. ഇന്നിവിടെ നടന്നത് നീ ഈ പറഞ്ഞ ഏത് വിഭാഗത്തിൽ പെടുന്നതാ? പാർവതിയുടെ പിഴവോ ദൈവത്തിന്റെ ഇഷ്ടക്കേടോ, അതോ അവിടെ ഉണ്ടായിരുന്ന ആരുടെങ്കിലും ചതിയോ? പാർവതിയുടെ പിഴവല്ലാന്ന് വിശാൽ സാറിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പാറു എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യുന്നവളാ. പ്രത്യേകിച്ച് ഈശ്വര കാര്യങ്ങളാവുമ്പോ ഒരു പിഴവും അവളുടെ കയ്യിൽ നിന്ന് സംഭവിക്കില്ല. ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ എന്ന ചോദ്യത്തിന് പാറു കർമ്മം ചെയ്താൽ ഒരു ദൈവത്തിനും ഇഷ്ടക്കേട് ഉണ്ടാവില്ല വിശാൽ സാറേ. തൃപ്തിയേ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ മണി പറഞ്ഞു വെച്ച് നോക്കിയാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരോ പാർവതി ചതിച്ചു എന്നല്ലേ? ആര്? എന്തിന്? അതിന് സാധ്യതയുണ്ട്. വിശാൽ സാറിന് തോന്നുന്നുണ്ടോ? എല്ലാവരും നോക്കി നിൽക്കെ അങ്ങനെ ഒരു ചതി ഉണ്ടായാൽ അത് ആരുടെയെങ്കിലും കണ്ണിപ്പെടേണ്ടതല്ലേ? ഞാൻ പറഞ്ഞില്ലേ മണി, ഇവിടെ നടക്കുന്ന പലതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ആ പാർവതിക്ക് അറിയായിരിക്കും, പക്ഷെ എന്നോട് അവൾ ഒന്നും തുറന്നു പറയുന്നുമില്ല. വിശാൽ സാർ പറഞ്ഞ സത്യ. പാറുവിന് പലതും അറിയാം. അവളത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാ അവൾ തുറന്നു പറയാത്തത്. സത്യം അറിയാവുന്ന ഒരാളും കൂടിയുണ്ട്. അയാളത് പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ അയാളിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കണ്ടുപിടിച്ച് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരുകയും ചെയ്യും. അതുവരെ പാറുവിനെ ആരും വിഷമിപ്പിക്കാതിരിക്കാൻ വിശാൽ സാറ് നോക്കണം. ആ പാവത്തിന്റെ ധർമ്മസങ്കടം വിശാൽ സാറിന് മനസ്സിലാകുമെന്ന പ്രതീക്ഷയില്ല ഞാൻ വിശാൽ സാറിനോട് പറയുന്നത്. അമ്മേ, ആ മണിക്കുട്ടൻ എന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അമ്മയ്ക്കറിയോ? പാർവതിയെ ആരും വിഷമിപ്പിക്കാതെ നോക്കണേന്ന്. പാർവതിയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആരാണെന്ന് അമ്മയ്ക്കറിയില്ലേ? അത് ഞാൻ തന്നെയാ. അവളുടെ വിഷമം ഞാൻ എങ്ങനെയാ തീർത്തു കൊടുക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ ഈ തവണ എന്നോട് സംസാരിച്ചാൽ, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയും. ആ പാർവതിയോട് അമ്മ സംസാരിക്കില്ലേ? അതുപോലെ എന്നോടും അമ്മ സംസാരിക്കണം. ഈ ഒരു തവണ മാത്രം മതി. മറ്റൊരു വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ചത് പാർവതിയെ. അതിന്റെ കാരണം അമ്മയ്ക്ക് അറിയാമോ? അവളോട് ചോദിച്ചിട്ട് പറയുന്നില്ല. കാരണം അറിഞ്ഞാൽ വിവാഹത്തിലൂടെ അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ആ വഴി നോക്കാമല്ലോ. പറയൂ അമ്മ, വീണ്ടും വിവാഹം കഴിക്കാൻ അവൾ എന്തിനാ എന്നെ നിർബന്ധിച്ചത്? ഞാൻ വേറെ വിവാഹം കഴിക്കണം, പക്ഷെ ആ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പാടില്ല. അതാ അവളുടെ തീരുമാനം. അമ്മ പറഞ്ഞതാണോ അവൾ എന്നോട് പറഞ്ഞത്? എന്തൊക്കെയാ അമ്മ അവളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്? അമ്മയുടെ നാവിൽ നിന്ന് തന്നെ ആ കാരണം അറിഞ്ഞ ഈ നിമിഷം എനിക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ കഴിയും.
എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനി താലികെട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴെങ്കിലും അമ്മ എന്നോടത് പറഞ്ഞില്ലെങ്കിൽ എന്റെയും പാർവതിയുടെയും ജീവിതമൊക്കെ കൈവിട്ടു പോകും. ആ പാർവതിയുടെ മുന്നിൽ അമ്മ ചെല്ലാറില്ലേ, അതുപോലെ എന്റെ മുന്നിൽ ഒന്ന് വാ അമ്മേ. ഉചിതമായൊരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അമ്മേ. അതുകൊണ്ടാ അമ്മയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അമ്മയൊന്ന് മുന്നിൽ വാ പ്ലീസ്. പാർവതി ഇല്ലാതെ എനിക്ക് പറ്റില്ല. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ ഒന്നിക്കുന്നതല്ല, രണ്ട് ആത്മാക്കൾ ഒന്നിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അവളാ. പ്രണയത്തിന് ത്യാഗം എന്നൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി തന്നതും അവളാ. അമ്മയ്ക്ക് എന്റെ മുന്നിൽ വരാൻ മടിയാണെങ്കിൽ അവളുടെ മുന്നിലേക്ക് ചെല്ല്. വിശാലിനെ മറ്റൊരു പെണ്ണിനും വിട്ടുകൊടുക്കില്ലെന്ന് ചെന്ന് പറയ. അമ്മ പറയുന്നേക്ക അവൾ അനുസരിക്കും. മരണം വരെ എന്റെ കൂടെ ജീവിക്കാന്നല്ലേ അവള് പറഞ്ഞത്. അവള് വേണം എന്റെ കൂടെ. ഇപ്പൊ ഒരു തീരുമാനം എടുത്താൽ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കൊക്കെ ആ നിമിഷം ഒരു പരിഹാരം ഉണ്ടാവും. ഇനി സമയമില്ലമ്മേ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ പ്ലീസ്. പോട്ടെ പോട്ടെ. പാറു, 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 പാറുവിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? ആരതി താഴെ വീണത് പാറുവിന്റെ കുഴപ്പമില്ലെന്ന് വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വിശാൽ സാർ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ പാറു വിഷമിക്കുന്നത്? എന്റെ ശ്രദ്ധ തെറ്റിക്കാനാ അയാൾ ആ പൂക്കൾ അവിടെ കൊണ്ടുവച്ചത്. പക്ഷേ ആരതി ഒഴിയുമ്പോ എന്റെ ശ്രദ്ധ തെറ്റാൻ പാടില്ലായിരുന്നു മണിക്കുട്ട. ആരതി എന്റെ കയ്യിൽ നിന്ന് വീണത് എന്റെ കുഴപ്പം തന്നെയാ. അത് പാറുവിന്റെ മനസ്സ് നല്ലതായോണ്ട് തോന്നുന്നതാ. ആ പൂവ് വിശാൽ സാറിന്റെ ജീവൻ എടുക്കുമെന്ന് തോന്നിയതുകൊണ്ടല്ലേ പാറുവിന്റെ കൈ വിറച്ചത്. ഭർത്താവിന്റെ നേർക്കൊരു അപകടം വരുമ്പോ ഏതെങ്കിലും ഭാര്യയുടെ മനസ്സ് നേരെ നിൽക്കോ? വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടിയാ പൂജയിൽ നാളികേരം ഉടച്ചത്. വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തിയ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുമല്ലോ. എന്നിട്ടോ ഉടയ്ക്കാൻ വേണ്ടി ഞാൻ കയ്യിലെടുത്തത് കേടായ നാളികേരവും. പൂജ ചെയ്യുന്ന ആൾക്ക് മനഃശുദ്ധി ഇല്ലെങ്കിലാ അങ്ങനെയൊക്കെ സംഭവിക്കുക. മണ്ടത്തരം പറയല്ലേ പാറു. പൂജ ചെയ്യുന്ന ആൾക്ക് മനഃശുദ്ധി ഇല്ലെങ്കിലും പൂജ ചെയ്യുന്ന ആൾക്ക് ഈശ്വരപ്രീതി ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കാം. മുത്തശ്ശൻ നിനക്ക് അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? ഇത് ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ മണി. ഒരു ചടങ്ങ് പോലും ഉദ്ദേശിച്ച പോലെ ഭംഗിയായി നടന്നില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങളുണ്ടായി.
തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ നാളികേരം ഉടച്ചപ്പോ അതിലും ലക്ഷണക്കേട്. ആ അമേരിക്കൻ അമ്മായി ഈ വീട്ടിൽ കാല് കുത്തിയപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ ലക്ഷണക്കേട്. ഒരു നിമിഷമെങ്കിലും ആ സ്ത്രീ പാറുവിന് സ്വൈര്യം തന്നിട്ടുണ്ടോ? പാറുവിനോട് അവരെന്തൊക്കെയാ ചെയ്തത്? പാറു ഒന്ന് ഓർത്തു നോക്ക്. പാറുവിന്റെ താലി പൊട്ടിക്കാൻ ശ്രമിച്ചില്ലേ? വിശാല് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ നിന്റെ കഴുത്തില് ഈ താലി ഉണ്ടാവാൻ പാടില്ല. താലി അഴിച്ചുതാ. പാറു എല്ലാം പെട്ടെന്ന് മറക്കും. കാരണം അതെല്ലാം അനുഭവിക്കാൻ വേണ്ടി തന്നെയാ പാറു ജനിച്ചത് എന്നാണ് പാറുവിന്റെ വിശ്വാസം. ഞാനൊന്നും മറന്നിട്ടില്ല. പാറുവിനെ പുറത്താക്കാൻ നോക്കിയതും പാറുവിന്റെ കരണത്തടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒരവസരം കിട്ടിയാ അതിന്റെയൊക്കെ കണക്ക് തീർക്കുകയും ചെയ്യും. തത്തയ്ക്ക് തത്തയുടെ ശക്തിയുണ്ട്. പാറുവിന്റെ ശത്രുക്കൾക്കൊക്കെ ഒരു ദിവസം ഞാൻ അത് മനസ്സിലാക്കി കൊടുക്കും. ചെയ്യാത്ത തെറ്റിന് ഞാൻ തല്ലും വഴക്കും ഒന്നും വാങ്ങാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ മണിക്കുട്ട. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദേവി എന്റെ മനക്കണ്ണിൽ കാണിക്കാൻ തുടങ്ങിയ അന്നു മുതലാ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത്. ഇപ്പൊ തന്നെ വിശാൽ സാറിന് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രമേ എനിക്കറിയൂ. അതെന്തായിരിക്കും ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തരൂന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ. എങ്കിൽ മാത്രമേ വിശാൽ സാറിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയൂ. അതിനുവേണ്ടി ഇനിയും എന്തും സഹിക്കാനും ഞാൻ തയ്യാറാ മണിക്കുട്ട. സൂക്ഷിക്കണം പാറു. ശത്രുക്കൾക്കാണ് കൂടുതൽ ശക്തി. പാറുവിന്റെ ഭാഗത്ത് ഗാർഗിയും ചെറിയമ്മേ മാത്രമല്ലേ ഉള്ളൂ? അല്ല മണിക്കുട്ട, എല്ലാവരെക്കാളും ശക്തിയുള്ള ഉദയന്നൂരമ്മയുണ്ട് എന്റെ ഭാഗത്ത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല.